ഹായ് ഓൾ. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഉൾവനത്തിലെ ഒരു ചെറിയ ഗ്രാമമായ ഗവിയിലേക്കാണ്. ഓൺലൈൻ വഴി ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ തന്നെ 2 ഓപ്ഷനാണ് ഉള്ളത്, ഡേ പാക്കേജും സ്റ്റേയും. സ്റ്റേ പാക്കേജിൽ 3 ഓപ്ഷൻസ് ഉണ്ട്: ഗ്രീൻ മാൻഷൻ, ടെൻറ്റ്, ജംഗിൾ ക്യാമ്പിംഗ്. ഞങ്ങൾ ചൂസ് ചെയ്തത് ടെൻറ്റാണ്. അതിന് ഏകദേശം ഒരാൾക്ക് 3500 പ്ലസ് GST ആണ് ആയത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബുക്കിങ്ങിലുള്ള ടെൻറ്റാണിത്. എൻ്റെ അനിയൻ പുള്ളി വന്ന് ടെൻറ്റ് ജനലൊക്കെ ഓപ്പൺ ചെയ്ത് സെറ്റാക്കിയതാണ്. ഇതാണ് ഒരു ടെൻറ്റ്. നോക്കണ്ട, വീഡിയോ തന്നെയാ. ഒരാൾ ഊഞ്ഞാലാടുന്നു, നല്ല പ്രായം ഊഞ്ഞാലാടാൻ. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. ഇത് മറ്റേ ടെൻറ്റ്. ആ കാണുന്ന 3ാമത്തെ. ഇങ്ങനെ ഇവിടെ 7 ടെൻറ്റുകളാണ് ടോട്ടലുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരെണ്ണം നടന്ന് ഉള്ളിൽ കാണിക്കാം എങ്ങനെയാണെന്ന്. ഇതാണ് ടെൻറ്റ്. അത്യാവശ്യം ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് വന്നപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് വരില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ആ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഇവിടെ BSNL ഒഴിച്ച് വേറെ ഒന്നിനും സിഗ്നലില്ല. ഞങ്ങൾക്കാണെങ്കിൽ BSNLൻ്റെ സിമ്മും ഇല്ല. ഇതാണ് ബാത്റൂം. നല്ല ബാത്റൂമാണ്, അറ്റാച്ച്ഡ്. അത്യാവശ്യം കുഴപ്പമില്ല. കാടിനോടടുത്തായിരുന്നു ഞങ്ങളുടെ ടെൻറ്റ്. അതുകൊണ്ട് തന്നെ കുറേ വന്യമൃഗങ്ങളെ അടുത്ത് കാണുവാൻ സാധിച്ചു. ടെൻറ്റിൽ സാധനങ്ങളെല്ലാം വച്ചതിനു ശേഷം മ്യൂസിയം ഓഫ് ആനിമൽ സ്കെൽട്ടൻ കാണാൻ പോയി. കുറേയേറെ വന്യമൃഗങ്ങളുടെ അസ്ഥികളും കൊമ്പുകളും കാണാൻ കഴിഞ്ഞു. വൈകുന്നേരം ജംഗിൾ സഫാരി ആയിരുന്നു. അവരുടെ തന്നെ വാഹനത്തിൽ ഏകദേശം 2.5 മണിക്കൂർ നീണ്ട ഉൾവനത്തിലൂടെയുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ ചെന്ന സമയം ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ പമ്പ ഡാം തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ജംഗിൾ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗൈഡിൻ്റെ ഒപ്പമായിരുന്നു ട്രക്കിംഗ്. മലമുകളിൽ നിന്ന് ശബരിമല കാണുവാൻ സാധിച്ചു. മകരജ്യോതി ഹില്ലും കാർഡമൻ പ്ലാന്റേഷൻ ആൻഡ് ഫാക്ടറി വിസിറ്റും ഈ ട്രക്കിങ്ങിൽ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബോട്ടിംഗ് ആയിരുന്നു. ഡാം റിസർവോയറിലായിരുന്നു ബോട്ടിംഗ്. റിസർവോയറിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ട് അത് നല്ല രസമായിരുന്നു.
ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ച് അവിടെ ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ സദ്യയായിരുന്നു. സാമ്പാറും അവിയലും തോരനും പായസവും കൂട്ടി സദ്യ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗവി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. 3500+ GSTയിൽ സ്റ്റേ, ഫുഡ് ആൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വേർതി ആണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പുതിയ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.